രാവും പകലും പോലെ അല്ലെങ്കിൽ ജനനവും മരണവും പോലെ ഒരു സർവീസിലോ റിട്ടയർമെന്റ് ഉണ്ട് എന്നുള്ളത് വാസ്തവം. അത് ഒരു അനിവാര്യതയാണ്. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ തന്നെ, ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റിനോടും സർക്കാരിനോടും ഒക്കെ കൂറ് പുലർത്തിക്കൊണ്ടുള്ള ജോലി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അതോടൊപ്പം സമൂഹത്തിന്റെ ഉന്നമനത്തിനായൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ തോതിലെങ്കിലും ചില കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറിഗേഷൻ വകുപ്പിലാണ് ആദ്യമായി ജോലി ചെയ്തത്. തുടർന്ന് 98 എക്സൈസ് വകുപ്പിലെത്തി. എക്സൈസ് വകുപ്പിൽ 27 കൊല്ലത്തെ സർവീസിനിടെ 7 പ്രൊമോഷനുകൾ എനിക്ക് കിട്ടി. പ്രിവന്റീവ് ഓഫീസർമാർ മുതൽ ഈ വകുപ്പിലെത്താവുന്ന ഏറ്റവും വലിയ പോസ്റ്റായ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ റാങ്ക് വരെയുള്ള പോസ്റ്റ് കിട്ടി. പിന്നെ അഡീഷണൽ കമ്മീഷണറും എക്സൈസ് കമ്മീഷണർ, അത് IPS IAS കാരാണ് ഉള്ളത്. എൻ്റെ മാതാപിതാക്കളെ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെ എന്നോടൊപ്പം നിന്ന എൻ്റെ ഇതിനൊക്കെ താങ്ങുന്ന സഹധർമ്മിണി, അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, എൻ്റെ നാട്ടുകാർ, എന്നെ ചേർത്ത് പിടിച്ച മാനന്തവാടിയിലെ ആളുകൾ, എനിക്ക് ഗുരുതുല്യരായ, എന്നെ ഏറെ സ്നേഹിക്കുന്ന, എനിക്കെന്നും ബഹുമാനമുള്ള ഒരു പറ്റം ആളുകൾ നീണ്ടതിര ഇന്നിവിടെ കാണാൻ വന്നതിൽ എനിക്ക് വേണ്ടി സംസാരിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഉത്തരവുമായ സർക്കാർ സേവനത്തിന് ശേഷം ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ഷാനിക്ക് ആശംസകൾ നേരുന്നതിനായാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. പ്രവർത്തിച്ച കാലഘട്ടം അവസാനിച്ചേക്കും, പക്ഷേ അവിടെയുള്ള ഓർമ്മകൾ എക്കാലത്തും സ്വന്തമായിരിക്കും എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്ന ശ്രീ ഷാനിയെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് നമ്മുടെയൊക്കെ ബഹുമാന്യനും പ്രിയങ്കരനുമായ ഷാജി സാർ 30 വർഷക്കാലത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. സത്യത്തെ കണ്ടറിയാം, ഇനിയും ഒരു അംഗത്തിന് ഭാര്യമാണ്. സർവീസിന്റെ വിരമിക്കുക എന്നത് അനിവാര്യമായ ചുമതലയായതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. എന്നാലും ഇനി അങ്ങോട്ട് മറ്റു മേഖലയിൽ അദ്ദേഹത്തിന്റെ സേവനവും പ്രവർത്തനവും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്.
എൻ്റെ ഓർമ്മ അദ്ദേഹത്തിന് ഞാൻ കാണുന്നത് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, എങ്കിലും ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു ജനപ്രതിയായി വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നെ നമ്മുടെ സംഘടനാ വേദിയിലൊക്കെ നമ്മൾ അങ്ങനെ ആണ് ഒരു പരിചയം ബന്ധങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചുണ്ടാകുന്നത്. മറ്റൊന്ന് ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ള വെച്ചാൽ വലിയൊരു പോലീസ് ഓഫീസറാണ്, പക്ഷെ അങ്ങനൊരു വലിയൊരു അധികാര സ്വഭാവം എടുത്തതായിട്ട് എനിക്ക് എന്റെ ശ്രദ്ധയിലില്ല. എനിക്കറിയില്ല. പിന്നെ ഈ പെരുമാറ്റം സംബന്ധിച്ച് ആരെയും പേടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശ്രീ ഷാജി അവർക്ക് എല്ലാ തരത്തിലുമുള്ള ഔദ്യോഗികമായിട്ടുള്ള അഭിനന്ദനങ്ങളും ആദരവും നമ്മുടെ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ റിട്ടയർമെന്റ് പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്കും ഏട്ടന് വലിയനാണെങ്കിലും ഒരു കുറവും വരുത്താതെ തന്നെയാണ് ഇത്രയും കാലം കൊണ്ടുവരുന്നത്. എവിടെ പോയാലും, ഏതൊരു സദസ്സിൽ പോയാലും, ഏതൊരു വേദിയിലേക്ക് എത്തിയാലും ഞാൻ എന്നും അഭിമാനത്തോടെ പറയുന്നത് അവിടെ അങ്ങനെയാണോ ഷാജി സാറിന്റെ മകനാണ് എന്നാണ് പറയുക. അപ്പൊ കിട്ടുന്ന ഒരു ആദരവിന്റെ ഒരു തണലിലാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സ്നേഹവും ആദരവും എന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതായത് ഒരു 10 കൊല്ലത്തിന് മുമ്പ് ഞങ്ങളെല്ലാവരും അമ്മേന്റെ തറവാട്ടില് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പപ്പ ഇങ്ങനെ ചോദിക്കാണ്, 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ റിട്ടയർ ആവും, എന്നിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോ പിൻസിയാൻറ്റി ഇവിടെ അമ്മേന്റെ അരിയത്തിയാണ്. ഒന്നും ടെൻഷൻ ആണ്, അതൊക്കെ അപ്പ ആലോചിക്കാം, 10 കൊല്ലം കഴിയുമ്പോൾ ആലോചിക്കാം. അപ്പോ അതിന്റെ ഒരു ആലോചനയ്ക്കുള്ള സമയമായി. എന്റെ അഭിപ്രായത്തിൽ ഒന്നും ചെയ്യണം, ഞാൻ ഈ വേദിയിൽ പറയണം, ഒന്നും ചെയ്യണ്ട. കുറെ കാലം കഷ്ടപ്പെട്ടാലും ഇനി കുറച്ചു കാലം ആസ്വദിക്കുക, ലോകമൊക്കെ കാണാൻ, ട്രിപ്പൊക്കെ പോവാം, കൂടെ എന്നെയും കൂട്ടാൻ ശ്രമിക്കുക. എന്നെ പറ്റി നിങ്ങളൊക്കെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഉള്ള നന്ദി ആദ്യമേ അറിയിക്കുക. അതോടൊപ്പം എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരാനുള്ള സന്മനസ് കാണിച്ച നിങ്ങളുടെ എല്ലാവരെയും ആർദവമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഉള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു. എന്നും നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിലുണ്ടാകും, നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സുദീർഘമായ മറ്റ് മേഖലകളിലേക്കൊന്നും പ്രസംഗം വഴിതിരിച്ചുവിടാൻ ആഗ്രഹിക്കില്ല. സാധാരണ വിശപ്പ് വരണ്ടെന്ന് തോന്നുന്നു. പണ്ട് എന്നെ കളിയാക്കുന്നതാണ്, നിനക്ക് വിശക്കണ്ടോ അങ്ങനെ പറഞ്ഞില്ല എപ്പോഴും. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്, എൻ്റെ സ്നേഹിതരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇവർക്ക് എല്ലാവരെയും
എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.